ആക്ച്വലി ഇത് മഞ്ഞ കളറല്ല, പച്ച മേടിച്ചിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പഴുത്ത് മഞ്ഞയായതാ. കുറച്ചൊരു കഴിഞ്ഞ മന്തിയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ കുറേ സാധനങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആരും തന്നെ ശ്രദ്ധിക്കരുത്. ഇന്നത്തെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ. പണ്ടേ ഒരിക്കലും മന്തി ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം തന്നെയാണ് ഞാൻ ഇന്നും കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്നെന്തോ കുറെ കാലത്തിന് ശേഷം മന്തി തിന്നാൻ ആഗ്രഹം. എനിക്ക് ആക്ച്വലി മന്തിന്റെ ഫിഷ് ആയാലും ചിക്കൻ ആയാലും എനിക്ക് അതിന് ഇറച്ചിയൊന്നല്ല വേണ്ട. ഐ മീൻ ഫിഷും ചിക്കനല്ല, എനിക്ക് അതിന് റൈസ് കഴിക്കാൻ ഇഷ്ടം. അതിന് റൈസും ഈ തക്കാളി ചട്നി കഴിക്കാൻ ഇഷ്ടം. അതിനാവശ്യമുള്ള സാധനം കേട്ടോ അതൊക്കെ. പുതിനന്റെ ഇല, മല്ലിന്റെ ഇല, തക്കാളി, വെളുത്തുള്ളി ആൻഡ് സവോള. ഇതെനിക്കിപ്പോൾ കഴിക്കാനുള്ളതാ. ഓറഞ്ച്, ക്യാപ്സിക്കം, പച്ചമുളക് വെള്ളത്തിലിട്ട് കഴിയാനായിട്ട് അതൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് മന്തിന്റെ പ്രിപ്പറേഷനൊക്കെ പോയാലോ. തയ്യാറായിട്ടിരിക്കുന്നുണ്ട് ലൂസിയും ബ്ലാക്കിയും. എനിക്ക് എന്തൊക്കെ പണി തരാൻ നോക്കിയാൽ അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ ഇവർക്ക് ഇടയ്ക്കൊക്കെ തരണം. ബ്ലാക്കി കം, ബ്ലാക്കി വരൂ. ബ്ലാക്കി ഞാൻ എന്ത് വീഡിയോ ചെയ്യുമ്പോഴും ക്യാമറയുടെ മുമ്പിൽ വരാൻ തയ്യാറായിട്ടിരിക്കും. പക്ഷെ ഭയങ്കര പേടിത്തൂറിയാട്ടോ. കണ്ടോ, ബ്ലാക്കി ക്യാമറയിൽ വരണ്ടേ. ബ്ലാക്കി ഫേമസ് ആണ് ഞങ്ങളുടെ ഈ ഏരിയയിൽ അല്ലേ. ഞങ്ങളെ പേടിപ്പിച്ച് വറപ്പിച്ച കുട്ടിയാണ് ഞങ്ങളുടെ ബാക്കു. പുന്നാരോ ആ എന്തി പൂവണ. ഓ ഇഷ്ടമായില്ല. അവളുടെ പെർമിഷനിലാണ് വീഡിയോ എടുത്തു. എന്താ ചെയ്യാ. ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആക്ച്വലി ഇത് മഞ്ഞ കളറല്ല, പച്ച മേടിച്ചിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പഴുത്ത് മഞ്ഞയായതാ. കുറച്ചൊരു കഴിഞ്ഞ നമ്മളിപ്പോൾ ഇതിലേക്ക് മല്ലിന്റെ ഇലയും പുതിനയുടെ ഇലയും ഒരുമിച്ച് അരിഞ്ഞിട്ടുണ്ട്. അതിലിടുന്നു. എന്തൊക്കെ വേണമെന്ന് കാണിച്ചതരണേ. മെയിൻ കൂട്ടുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മളിതിൽ ചിക്കൻ സ്റ്റോക്ക്, കുരുമുളക് പൊടി, ജീരകപ്പൊടി, പുതിനൻ്റെ ഇല, മല്ലിൻ്റെ ഇല, അതുപോലെ തന്നെ ചിക്കൻ, പിന്നെ റെഡ് കളർ ക്യാപ്സിക്കം ഒക്കെ അയച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ ചേർക്കാൻ പോണത് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് അരി ആദ്യം വേവിക്കണല്ലോ. അതിന് നമ്മൾ കുറച്ച് മല്ലി, ഞാനിങ്ങനെ മല്ലി ഇടാറുണ്ട്, കരുവാൽപ്പട്ട, പിന്നെ ഗ്രാമ്പു, ഏലക്ക, പിന്നെ ചെറുനാരങ്ങയില്ലേ, ഉണക്കനാരങ്ങ ഇട്ടിട്ടുണ്ട്. ഗ്രാമ്പൊക്കെ ഇത് ഇട്ടിട്ടുണ്ട്, പിന്നെ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വരുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ്ലി ഇത് എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും കിട്ടി. എന്ത് ചെയ്യാ സാല. അപ്പോൾ അതേ നമ്മൾ ചിക്കൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇനി ഇതൊന്ന് നമ്മൾ വേവിക്കണം. അതിലത്തെ നീരെല്ലാം ഇറങ്ങി കണ്ടോ. ഇത് ഇനി വേവിക്കണം. കഴുകി വൃത്തിയാക്കി വെച്ച അരി കേട്ടോ. ഇപ്പം നമ്മുടെ നാടൻ സ്റ്റൈലിൽ അങ്ങനെ തന്നെയാണ് അരി ഇടുന്നത്. ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് സെറ്റാക്കണം കേട്ടോ. അരി വേവുന്നുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. അതിൽ എന്തെന്നറിയോ, അതിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കണം. നല്ല